കോൺസെൻട്രേഷൻ ഓഫ് പവർ ഉള്ളപ്പോൾ നമുക്ക് കാസ്റ്റ് ഉണ്ടെന്ന് അറിയാം, അൺക്വസ്റ്റ്യനബിൾ ആണ്. പക്ഷേ ഈ കാസ്റ്റ്, ഈ കോൺസെൻട്രേഷൻ ഓഫ് പവർ ആരിലാണ്? ഇപ്പോൾ ജോ ബൈഡൻ പറഞ്ഞു, ലാസ്റ്റ് സ്പീച്ചിൽ പറഞ്ഞു, അമേരിക്കയിൽ ഇപ്പോൾ ഒരു ഓളിഗാർക്കിയാണ് ഭരിക്കുന്നത്. ആ ഓളിഗാർക്കിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് കാസ്റ്റിലൂടെയല്ല. ആ ഓളിഗാർക്കിയിലുള്ള ആൾക്കാർ പരസ്പര ബന്ധമുള്ള ആൾക്കാരല്ല, ബ്ലഡ് റിലേഷൻഷിപ്പ് ഉള്ള ആൾക്കാരല്ല, ഒരു സമുദായത്തിൽപ്പെട്ട ആൾക്കാരല്ല, മറ്റൊരു ടൈപ്പ് ഓഫ് ഓളിഗാർക്കിയാണ്. പക്ഷേ ഇന്ത്യയിലുള്ള ഓളിഗാർക്കി എല്ലാം സമുദായം, പരസ്പര രക്തബന്ധങ്ങളുള്ള കമ്മ്യൂണിറ്റീസാണ്. കേരളത്തിൽ തന്നെ ഒരു കമ്മ്യൂണിറ്റിയും അവരുടെ മക്കളാണെന്ന് ഏകപക്ഷീയമായി ക്ലെയിം ചെയ്യുന്ന മറ്റ് 2 കമ്മ്യൂണിറ്റീസും. അപ്പോൾ ഇവിടെയുള്ള ഓളിഗാർക്കി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഈ നെപ്പോട്ടിസത്തിൽ കൂടെയാണ്, ഈ കമ്മ്യൂണിറ്റീസിൻ്റെ സ്വജന പക്ഷപാതത്തിലൂടെയാണ്. അവരുടെ വിശ്വാസത്തിൽ അവർക്ക് എന്തോ സുപ്പീരിയോറിറ്റി ഉണ്ട്, അവർ മാത്രമേ ഭരിക്കാൻ പാടുള്ളൂ. അപ്പോൾ കുറച്ചുകൂടെ ഈ ഓളിഗാർക്കി ഒരു ടൈപ്പ് ഓഫ് എക്സ്റ്റൻഷൻ ഓഫ് മോണാർക്കിയാണ്. ഈ ജന്മത്തിലൂടെ ഞങ്ങളുടെ കൾച്ചറും ഞങ്ങളുടെ രക്തവും ഞങ്ങളുടെ ജീനിയോളജിയൊക്കെ ആൾക്കാർക്ക് മാത്രമേ ഭരിക്കാൻ പാടുള്ളൂ. ബാക്കി ഇവർക്കൊക്കെ ഒരു കപ്പാസിറ്റി ഇല്ല, ഒരു കഴിവില്ല, ഒരു മെറിറ്റും ഇല്ല. ഇവരൊക്കെ ഭരിച്ചാൽ ഈ രാജ്യം നശിച്ചു പോകും. അങ്ങനെ അപ്പോൾ ഇവിടെ വാസ്തവത്തിൽ ഇന്ത്യയിൽ നടക്കുന്ന ഓളിഗാർക്കി ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ത്രൂ നെപ്പോട്ടിസം, സ്വജന പക്ഷപാതം. അതിലൂടെയാണ് നിലനിൽക്കുന്നത്. അതാണ് കാസ്റ്റ്.